പോ താട്ടു ബോക്സ് എന്താ സീൻ എന്തൊരു ഹലോ ഹലോ ആ വെൽക്കം ബ്രോ വെൽക്കം വെൽക്കം വരൂ 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 അകത്തോട്ടോ ബ്രോ ഇവിടെ നിർത്തേടാ എന്നാ ഇവിടെ ഇവിടെ നിർത്തേണ ഇവിടെ നിർത്തേണ ഇവിടെ തന്നെ വെച്ചോ ഓ ഗിഫ്റ്റ് ആണോ ഞാൻ പാക്കിങ് ഇല്ലാത്തോണ്ടേ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഊരി എടുത്തോണ്ട് പോകാൻ നോക്കിയാണ് സോറി ബ്രോ ചന്ദ്ര CCTV എല്ലാം ഒന്ന് ഓണാക്കിട്ടെ ഇവിടെ അയ്യോ അല്ല 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 അങ്ങനല്ല എല്ലാരും വന്നതിന്റെ റെക്കോർഡിങ് വാസു വരുമ്പോ കാണിക്കാനുണ്ട് ലീഡർ വരുമ്പോ കാണിക്കാനുണ്ട് ലീഡർ ഇപ്പൊ ഇല്ല അതിനാണ് നിങ്ങളുടെ ഏത് ഫാമിലിയാണ് ഓക്കെ ബ്രോ നമ്മളെ TV ആണ് TV നമ്മളെ ഓക്കെ ബ്രോ അപ്പൊ നമ്മളെ ഞാൻ കോ-ലീഡറാണ് ഓക്കെ എന്റെ പേര് സരക്കടാനി ഇത് കോ-ലീഡറാണ് രായൻ പിന്നെ ബാക്കിൽ ഇരിക്കുന്ന മെമ്പറാണ് ഫ്ലഫി ഇത് ഇവിടത്തെ വേലക്കാരനാണ് സൗത്ത് ആ സാധനം വെച്ചിട്ട് അകത്തോണ്ട് വെച്ചു സാധനം വെച്ചിട്ട് അകത്തു ഓക്കെ ഇനി നിങ്ങളെ പറ്റി പറഞ്ഞോ ബ്രോ പറഞ്ഞു ഞാൻ ലീഡർ സാത്താൻ ഓക്കെ 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 ബ്രോ കോ ലീഡർ ജാക്ക് സ്പാരോ ഓക്കെ ഓക്കെ നൈസ് ടു മീറ്റ് യു ബ്രോ പിന്നെ ബാക്കി എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തടാ ഓക്കെ സിനിമയൊക്കെ നിർത്തിയല്ലേ ബ്രോ ഇപ്പം ചുമ്മാ തമാശ എല്ലാരും കഴിക്കും ഇവിടെ വന്നിട്ട് ആരും കഴിക്കാതെ പോരുത് എല്ലാരും എടുത്ത് കഴിക്കും എല്ലാരും ഇരുന്നോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിക്കല്ലേ നിങ്ങൾ ഒന്നും കൂടെ നിക്കുന്നതാണെന്ന് എനിക്കൊരു വിഷമം ഇരിക്കും എല്ലാരും ഇരിക്കും ബ്രോ എല്ലാരും ഇരിക്കും നിങ്ങളെ ഗ്യാങ് ഹൗസ് വരെ തന്നെ കണ്ടാൽ മതി ലോകത്താരേലും പരിചയമില്ലാത്ത ഉണ്ടോ ഈ സിറ്റിയിൽ വരുന്ന എല്ലാരെയും പരിചയമുണ്ട് ഓ അമ്മണി പശു ജമാലു എന്നൊക്കെ പറഞ്ഞ അറിയാം അമ്മണി പശുവിനെ അറിയാം അല്ല ജമാലുവിനെക്കാട്ടി എനിക്ക് നല്ലോണം അറിയുന്ന അമ്മണി പശുവിനാണ് അപ്പം എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് അതൊക്കെ പറ കേക്കട്ടെ അതന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റി റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കറക്റ്റ് പറഞ്ഞു തരുവാണെങ്കിൽ ബ്രോ ഇവിടുത്തെ സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രോ ഒരു ഫാമിലിക്ക് ഒരു ഗ്യാങ് ആവാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുക മെയിനായിട്ട് മനസ്സിലായില്ലേ ആക്റ്റീവായിട്ട് നിൽക്കുക കുറച്ച് ഇവിടെ സിറ്റിയിൽ എല്ലാവരും കാണുന്ന രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങൾ ഇവൻറ്റ്സ് അല്ല ഇവന്റ് അല്ലാത്ത രീതിയിൽ തന്നെ മനസ്സിലായില്ലേ എല്ലാവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ മനസ്സിലായില്ലേ ഒരു കോണ്ടാക്ട് വയ്ക്കുക എല്ലാ ഫാമിലിയിലുള്ളവരുമായിട്ട് ഇതൊക്കെ ഒരു നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ നിങ്ങളുടെ പ്രസൻസ് ആണ് ഇവിടെ വേണ്ടത് മനസ്സിലായി നിങ്ങൾ സിറ്റിയിൽ എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഡേയും കാണും എന്നുള്ള ഒരു കാര്യമായിരിക്കും അവർ നോക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ വേറെ ഇവിടെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി കയറാതിരിക്കുക മനസ്സിലായില്ലേ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇടപെടുക അതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും മനസ്സിലായില്ലേ ഈ വള്ളീനൊന്നും അധികം പ്രൊമോട്ട് ചെയ്യാതിരുന്നാൽ മതി അത്രയൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ തന്നെ എന്താ ഇപ്പം തന്നെ ഏകദേശം അവർക്ക് എല്ലാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്യാങ് ആവാൻ പറ്റും പിന്നെ കൺസൈൻമെന്റ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കൊക്കെ വരും അത് ഇടയ്ക്കിടയ്ക്ക് കൺസൈൻമെന്റ് വരും പിന്നെ നിങ്ങൾ ഗ്യാങ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് ഗണ്ണെടുക്കാനായിട്ട് വേറെ വെള്ളയവാന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവര് വരുമ്പോഴത്തേക്ക് അവരെ എടുക്കാനേ പറ്റത്തുള്ളൂ വിളിക്കും നിങ്ങൾ അതൊക്കെ വിളിക്കും
പിന്നെ ടർഫും പിന്നെ ഈ അതിർത്തി എടുക്കുന്ന സംഭവമല്ലേ ഈ ടർഫ് അതുണ്ട് അതൊക്കെ വരും അങ്ങനത്തെ കുറച്ച് നിലവില് ഏതെങ്കിലും അതിർത്തി പിടിച്ചെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഗ്യാങ് എങ്ങനെ? ഇപ്പം വന്നിട്ടില്ല, ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. അത് ഉടനെ കാണും. നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ആയിട്ടൊരു പരിപാടി മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആഴ്ചക്കകത്തുള്ള എന്തായാലും വരും. ഓക്കെ 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 അപ്പം നിങ്ങൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നെ കൂടുതൽ ഈ ഗ്യാങ് ആയിക്കഴിഞ്ഞാലും ഗ്യാങ് വാറുകളൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസണുകൾക്കൊക്കെ എടുക്കാൻ നോക്കുക. മനസ്സിലായില്ലേ? കാരണം നമ്മളെ ഈ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ആൾക്കാർ നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായി. മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളു ബ്രോ. ഇവിടെ ഒരുപാട് ചടങ്ങുകളൊന്നും ഇല്ല ഇവിടെ. ഓ ഇല്ല ആളിന്നില്ല, ആള് നാളെ കാണത്തുള്ളൂ. ഇന്ന് ആളെ ഒരു ബിസിനസ് ട്രിപ്പിന്റെ കാര്യമായിട്ട് പോയേക്കാണ്. നിങ്ങളെ കളർ ഏതാണ്? നിങ്ങളെ ഗ്യാങ്ങിന്റെ കളർ ഏതാണ്? നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇപ്പോ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? CM-ന് ഉള്ളതാ ഡ്രസ് അല്ലേ? ഇല്ല അത് സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് അതിനെക്കാട്ടിയും കുറച്ച് അത്യാവശ്യം ഡിഫറന്റ് ആണല്ലേ? ഓക്കെ. നിലവില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. വേറെ ഗ്യാങ്ങുകളെയൊക്കെ കണ്ടായിരുന്നോ? ഓ ഞങ്ങള് R34 കണ്ടു, PKM-നെ കണ്ടു. ഇന്നലെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്താ സിറ്റുവേഷനിലായിരുന്നു പറഞ്ഞ വിളിച്ചപ്പോ. ഫസ്റ്റ് നിങ്ങളെ മീറ്റ് ചെയ്യാനാ വിചാരിച്ചപ്പോ ലൈക്ക് എന്തോ നിങ്ങൾ സിറ്റുവേഷനിലായിരുന്നു ഇന്നലെ കുറച്ച് പരിപാടിയിലായി പോയി. ഇന്നലെ ബാബുവിനെ വിളിച്ചായിരുന്നു. ബാബുവാണ് പറഞ്ഞത് ഇതിലാണെന്ന് പറഞ്ഞു. ആരാണ് ആള്? ഇന്ന് വന്നിട്ടില്ല. ഇന്ന് വന്നിട്ടില്ല. എന്താണ്? അല്ല നിങ്ങളുടെ എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓ കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ പോണു ബ്രോ. എന്തായാലും പിന്നെ നിങ്ങള് എന്തായാലും ബിസിനസ് കാര്യങ്ങളൊക്കെ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ മുമ്പോട്ട് വരുമ്പോ? അതെ, നമ്മളത് ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കിയിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് നോക്കിയിട്ട് നമ്മള് അതിലേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുന്നു. മെമ്പറാ മൈൽസ് ആണ്. ഇച്ചിരി ചെറിയ പ്രശ്നമുള്ള പേരാണ്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ലൈക്ക് ഇനി ഇതൊക്കെ തന്നെ ബ്രോ. നിങ്ങൾ മീറ്റ് ചെയ്യല് സന്തോഷം. പിന്നെ ബാക്കി ഇനിയിപ്പോ എന്തെങ്കിലും ഗ്യാങ് ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ ബാക്കി ഇനി അറിയിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. ഓക്കെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി ആരെങ്കിലും. മനസ്സിലായില്ലേ? ഓ ശരി. ഓക്കെ ബ്രോ, ശരി. അപ്പൊ എന്തായാലും കണ്ടാലും സന്തോഷം ബ്രോ. ഇനിയും കാണാം എന്തായാലും. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആരായാലും വിളിച്ചാൽ മതി നമ്മളെ കൂട്ടത്തില്. ഓക്കെ. ഓ ബ്രോ വരാം. നമുക്ക് പോവാം, ഇറങ്ങല്ലേ? ഹലോ, ബ്രോ മനസ്സിലായി. നമ്മളത് പരിചയപ്പെട്ടായിരുന്നല്ലോ, എനിക്കറിയാം. എന്താ പരിപാടി? ഇപ്പൊ ബ്രോ ഇവരുടെ കൂടെ കയറിയല്ലേ? ഞാൻ എതിരായിരുന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ അവര് വിളിച്ചപ്പോ പോയതാ. ഓക്കെ. എന്തായാലും നടക്കട്ടെ, എല്ലാം സെറ്റായി വരട്ടെ ബ്രോ. ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ. ഷുവർ ബ്രോ. പോയിട്ടോ ബ്രോ. കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ DRV ഗ്യാങ് ഹൗസാടാ അത്. അപ്പോൾ അത് അവരെ വിളിച്ചിട്ട് പോടാ. ഇന്നിപ്പോൾ നമ്മൾ ആകെ 4-5 പേരല്ലേ ഉള്ളൂ. നമ്മൾ കുറച്ച് ആളുള്ള ഒരു സംഭവം അതാണ്. നല്ലൊരു 10-12 പേരേലും ഉള്ളപ്പോൾ പോയാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ മറ്റേ 1-2 പേരെയും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മൾ മറ്റേ വലിച്ച് പറക്കി വിട്ട് നക്കി പറക്കിയൊക്കെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഒരു ഫീലായി പോകും. അത് ശോകമാണ്. അപ്പോൾ ആളുള്ള ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ. പോവാ ഇവരെ ഇറങ്ങിട്ടോ. പൈസ വേണമല്ലോ ഇവിടെ ജീവിക്കാൻ. നിങ്ങളൊരു കുടുംബത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിലാവും കറുത്ത കാശിനോട് വില കൂടുതലാണ് അല്ലേ സാറൊക്കെ?
ആ അതെ 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 അതൊക്കെ അവർക്ക് ഒരു ഐഡിയ കാണൂലേ ബ്ലാക്ക് മണിയൊക്കെ ഗ്രീൻ ചെയ്യുന്നത് ഗണ്ണൊക്കെ എടുക്കണമെങ്കിൽ ബ്ലാക്ക് മണിയാണ് അല്ല അതിനെ കുറിച്ചൊക്കെ അറിയാം കുറച്ച് കുഴപ്പമില്ല. ഓക്കെ 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 ശരി ഓക്കെ ബ്രോ അപ്പൊ ശരി ബ്രോ. ഓക്കെ 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 ശരി പേരെന്തായിരുന്നു? ബാബാ എല്ലാവരും ഇടാ വെള്ളോട്ടോ എല്ലാവരും വെള്ളോട്ടോ ഒരു ഇറങ്ങാൻ നിൽക്കുക വെള്ളോട്ടോ എല്ലാവരും ബാ മൈൽസേ വെറുതെ ഇങ്ങോട്ടോ. ആരാ ബ്രോ ശരി ഓക്കെ ശരി ശരി ഓക്കെ സോണിയാണേ സോണി വലിയ ഇഞ്ച ഇഞ്ചൊക്കെ ഉണ്ട് നമ്മളെ എല്ലാവരും വലിയ ഇഞ്ചുള്ള സാധനമാണ് ബ്രോ വലിയ ഇഞ്ചുള്ള സാധനം അതുകൊണ്ട് വലിയ സാധനം കണ്ടു വലുത് കണ്ട് മനസ്സിലായി ശരി ബ്രോ ശരി ബ്രോ വീട്ടുവരാം ശരി ഓ പോട്ടോ ഓക്കെ ബ്രോ കാണാം ബ്രോ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരാള് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒന്ന് കുഴഞ്ഞു വീണാ ഒന്ന് കൊണ്ടുവന്നേക്കണേ എണീക്കും ഓ ഓക്കെ താങ്ക്സ് ഇല്ല കുഴപ്പമില്ല സീനില്ല അത് വരുമ്പോ പോയാൽ മതി കുഴപ്പമില്ല രായൻ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു കത്തിപ്പോയിരുന്നു എനിക്കറിയാം ഓക്കെ 240 ഓക്കെ എല്ലാവർക്കും ആ ടി വി പൊന്നുപോലൊക്കെ ടി വിനെയും പൊന്നുപോലും ഒക്കെ ഓക്കെ ശരി അപ്പൊ ഓക്കെ കാണാം. ഓക്കെ ബൈ ശരി ബ്രോ പോയിട്ടെ.